Chai, 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 copy, 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 copy. Bro, Chai, chai. what time train coming? Turning the pages, defining the space, finding the beauty, capturing grace. RNG reflections, ഹനോയിലെ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് എത്തിയപ്പോൾ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് തോന്നിയില്ല. റെയിൽ ട്രാക്കിനൊപ്പം ജീവിക്കാൻ ശീലിച്ച ഒരു സാധാരണ നെയ്ബർഹുഡായിട്ടാണ് മനസ്സിലായത്. ട്രാക്കിൻ്റെ ഇരുവശത്തും കുറേ കഫേസ് ഉണ്ടായിരുന്നു. ഓരോ കഫേസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻറ്റേൺസും ലൈറ്റ്സും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടൂറിസ്റ്റ് പോലും ഫോട്ടോ എടുക്കാനുള്ള ഒരൊറ്റ ചാൻസ് പോലും മിസ്സാക്കിയിട്ടില്ല. ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഞങ്ങളെ ആക്ച്വലി സർപ്രൈസ് ചെയ്തത് അവിടുത്തെ റെയിൽവേ ട്രാക്കൊന്നുമല്ല, അതിന് ചുറ്റുമുള്ള ലൈഫായിരുന്നു. കുറേ ലോക്കൽ കച്ചവടക്കാർ വന്നിട്ട് ഈ ഹാൻഡ് മെയ്ഡ് സോവനീഴ്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ് വന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ചില്ല് ചെയ്യുന്നു. ഫാമിലി ആയിട്ട് വന്നവരെല്ലാം വന്നിട്ട് വേറെ ലെവൽ ഓഫ് വൈബായിരുന്നു. പക്ഷേ ഈ പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്കും എല്ലാം ഒരേപോലെ കണക്റ്റ് ആകുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ദേ ആർ ഓൾ വെയിറ്റിംഗ്. ഈ വണ്ടി, ഈ ട്രെയിൻ എപ്പോൾ വരും? അതാണ് പ്രധാന ചോദ്യം. അതെ, എപ്പോൾ വരും? എന്തായാലും ഞങ്ങൾ ഒരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് 2 ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ ചില്ല് ചെയ്യാനിരുന്നു. ഇതുമായി ഫോട്ടോ മാത്രമേ ഉള്ളൂ, വീഡിയോ ഇല്ല. എന്തായാലും അധികം താമസിക്കാതെ തന്നെ അവിടുത്തെ സീനൊക്കെ അങ്ങ് മാറി. മൊത്തത്തിലൊരു തിരക്ക് പോലെ ഒരു പോലീസ് വിസിലും കേൾക്കുന്നുണ്ടായിരുന്നു. ആ ചിൽ വൈബൊക്കെ അങ്ങോട്ട് മാറിയിട്ടൊരു ചില്ലറ വൈബായോ എന്ന് ചെറിയ സംശയം. അവിടുത്തെ കടക്കാരെല്ലാം കാശ് ചോദിച്ചു തുടങ്ങി. അത് മാത്രമല്ല, പടപടയുന്ന കടയുടെ ഫ്രണ്ടിലുള്ള ഓണിങ്സ് എല്ലാം മടക്കി തുടങ്ങി. ഞങ്ങൾ വണ്ടടിച്ചു പോയി, ഇതെന്തിപ്പോൾ സംഭവിക്കുന്നത്? വിതിൻ ഫ്യൂ മിനിറ്റ്സ് ഞങ്ങൾ ഉൾപ്പെടെ ആ ട്രാക്കിൻ്റെ സൈഡിൽ ഇരുന്ന എല്ലാവരുടെയും ഒന്നീ കടയിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കടയുടെ മുകളിലേക്ക് മാറാൻ പറഞ്ഞു. എന്തായാലും അടപടലം പാനിക്ക്. നാട്ടിലെ KSRTC ഇടിച്ച് തൂങ്ങിയ നമ്മളോടാണോ ബാലാകാടി? ഞങ്ങൾ രണ്ടുപേരും എന്തായാലും മേളത്തെ ബാൽക്കണിയിൽ ഒരു കീഴിലും സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ നാദാ നീ വരും കാലച്ച കേൾക്കുവാൻ കാതോർത്ത് ഞാനിരുന്നു എന്നുള്ളൊരു മോഡിൽ ട്രെയിനിനെ കാത്തിരുന്നു. പക്ഷേ വന്നത് ട്രെയിനല്ല, ഒരു പോലീസുകാരൻ വടിയും കൊണ്ട് എല്ലാവരും വിരട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. കാത്തിരുന്ന് 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി, മടുത്തു. അങ്ങനെ പിന്നെയും വെയിറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അവസാനം ഞങ്ങൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ബാക്കി നമുക്ക് യൂട്യൂബിൽ കാണാം, തൽക്കാലത്തേക്ക് വീട്ടിൽ പോവാം എന്നും പറഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി. മാത്രമല്ല, ചെറിയ മഴയും പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ വിശപ്പിൻ്റെ വിളിയും കൂടെ ആയപ്പോഴത്തേക്കും ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിപ്പിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ബൈ ദ ബൈ, ഞങ്ങൾ ഹനോയിൽ കഴിച്ച 2 റെസ്റ്റോറൻറ്റ്സിൻ്റെ റിവ്യൂ ആൻഡ് വീഡിയോ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് കൂടെ നമ്മൾ ഷെയർ ചെയ്യാം ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കിടക്കാൻ നേരം ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കി. ആ ട്രെയിൻ വന്ന് കാണുമായിരിക്കും അല്ലേ?